ഇന്ന് നമ്മൾ പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റ് 9 ആഡിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നത് മാച്ച് ദ ബോക്സസ് ആണ് കേട്ടോ. ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന എല്ലാ മൾട്ടിപ്ലിക്കേഷൻ്റെയും ആൻസർ റൈറ്റ് സൈഡിൽ ഏതാന്ന് നോക്കിയിട്ട് അത് മാച്ച് ചെയ്യുക. ദെൻ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ ഏതാന്ന് നോക്കിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏതാന്ന് നോക്കിയിട്ട് അത് മാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ 3 2s are 6 ആണെന്ന് അറിയാലോ, നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ദെൻ 5 2s are എത്രയാണ് വരിക? 10 അല്ലേ, മാച്ച് ചെയ്യുക. ദെൻ 3 3s are 9 ആണ്, മാച്ച് ചെയ്യുക കേട്ടോ. ഇനി റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. 4 2s are എത്രയാണ്? 4 2s are 8 ആണ്, മാച്ച് ചെയ്യുക. 7 2s are എത്രയാണ്? 14 ആണ്, മാച്ച് ചെയ്യുക. 6 4s are 24 അല്ലേ, മാച്ച് ചെയ്യുക. 8 2s are 16, മാച്ച് ചെയ്യുക. 9 2s are 18, മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹൂ ഈസ് ഹൈഡിങ്? ആരാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് അല്ലേ. ഇവിടെ ആരോ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ആരാന്ന് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡു ദീസ് മൾട്ടിപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ മൾട്ടിപ്ലിക്കേഷൻസ് തന്നിട്ടില്ലേ. 8 4s are 5 1s are 6 3s are 1 2s are 6 4s are. ആ മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ കണ്ടെത്തുക കേട്ടോ. കളർ ദ പാർട്സ് വിച്ച് ഹാവ് ദ ആൻസേഴ്സ്. ഇതിന്റെ ആൻസേഴ്സ് ഏതൊക്കെയാന്ന് കണ്ടെത്തിയിട്ട് ആ കിട്ടുന്ന നമ്പർ മാത്രം ഒന്ന് കളർ ചെയ്യുക. ദെൻ ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ഹൈഡിങ്. എന്നിട്ട് ആരാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. 8 4s are എത്രയാണ്? 32 അല്ലേ. 32 ഇത് അവിടെ കളർ ചെയ്യുക. ദെൻ 5 1s are 5 ആണ്, 5ന് കളർ കൊടുക്കുക. ദെൻ 6 3s are എത്രയാണ്? 18 ആണ്, 18ന് കളർ ചെയ്യുക. ദെൻ 1 2s are 2 കളർ ചെയ്യുക. 6 4s are 24 കളർ ചെയ്യുക. ദെൻ 4 2s are എത്രയാണ്? 8 കളർ ചെയ്യുക. 7 10s are 70 കളർ ചെയ്യുക. 6 6 are 36 കളർ ചെയ്യുക. 9 5s are 45 കളർ ചെയ്യുക. 9 6 are 54, 54ന് കളർ ചെയ്യുക. കണ്ടെത്തിയില്ലേ ആരാണ് ഹൈഡ് ചെയ്തിരിക്കുകയെന്ന്? ഫിഷ് ആണ് അല്ലേ. ഫിഷ് എന്ന് ആൻസർ ചെയ്ത കേട്ടോ. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹൗ മെനി ട്രീസ്, ഹൗ മെനി ബേർഡ്സ്? If one bird sits on each tree, one bird will be left. If 2 birds sit on each tree, 1 tree will be left. How many trees, how many birds? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മരം എത്ര, കിളി എത്ര എന്നാണ് കേട്ടോ ചോദ്യം. ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരുന്നാൽ ഒരു കിളി ബാക്കി വരും. ഒരു മരത്തിൽ 2 കിളി വീതം ഇരുന്നാൽ ഒരു മരം ബാക്കി വരും. അപ്പോൾ മരം എത്ര, കിളി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ വരിക? 4 ബേർഡ്സും 3 ട്രീസും ആണ് ആൻസർ വരിക. നോക്കി നോക്കൂ. 3 ട്രീസ്, ഓരോ ബേർഡും ഓരോ ട്രീസിലിരുന്നു. അപ്പോൾ 1 ബേർഡ് ലെഫ്റ്റായി അല്ലേ. ഓരോ ട്രീയിലും 2 ബേർഡ്സ് വീതം ഇരുന്നു. അപ്പോൾ എന്താണ്? ഒരു ട്രീ ലെഫ്റ്റായി. അപ്പോൾ 4 ബേർഡ്സും 3 ട്രീസും ആണ് ആൻസർ വരിക. അടുത്ത നോക്കൂ. ഹൗ മെനി ആർ വി? വി ക്യാൻ സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 2 ആൻഡ് വി ക്യാൻ സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 3 ആൾസോ. വി ആർ ലെസ് ദാൻ 10. ഹൗ മെനി ആർ വി? അവിടെ മങ്കി പറയുകയാണ് അല്ലേ. ഞങ്ങൾക്ക് എന്താണ് 2ന്റെ കൂട്ടങ്ങളായിട്ടും 3ന്റെ കൂട്ടങ്ങളായിട്ടും ഇരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഞങ്ങൾ 10നേക്കാട്ടിലും കുറവാണ്. അപ്പം ഞങ്ങൾ എത്ര പേരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം എത്രയാണ്? 2ന്റെ കൂട്ടങ്ങളായിട്ടും 3ന്റെ കൂട്ടങ്ങളായിട്ടും ഇരിക്കാൻ പറ്റുന്നുണ്ടാവുക. അപ്പം അതും 10നേക്കാട്ടിലും കുറവുള്ള നമ്പറുമാണ് അല്ലേ. 6 അല്ലേ വരിക കറക്റ്റ് ആൻസർ. 6 ആവുമ്പോൾ 2 2 2 3 ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുക അല്ലേ. 3 ഗ്രൂപ്പ്സ് ആക്കാം. ദെൻ 6 ആവുമ്പോൾ 2 ഗ്രൂപ്പ് 3 3 വെച്ചിട്ട് 3 3 വെച്ചിട്ട് 2 ഗ്രൂപ്പ് ആയിട്ടും ഇരിക്കാം. Sharing sweetness. It is Meenu's birthday. She brought payasam for class 3 in 4 trays with 7 cups in each tray. How many kids can be served? അതായത് മീനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അവള് ക്ലാസ് 3ലെ കുട്ടികൾക്ക് പായസം കൊണ്ടുവന്നു അല്ലേ. 4 ട്രേയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ട്രേയിലും 7 കപ്സ് ഓഫ് പായസം ഉണ്ട്. അപ്പൊ എത്ര കുട്ടികൾക്ക് പായസം കൊടുക്കാം എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എത്ര ട്രേസ് ആണ്? 4 ട്രേസ് ആണ്. ഓരോ ട്രേയിലും 7 കപ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പൊ എത്ര 7കളാണ്? 4 7s ആണ് അല്ലേ. അപ്പൊ 7 + 7 + 7 + 7. അപ്പൊ 4 × 7 അല്ലേ. 4 7s are 28 അല്ലേ. 28 എന്ന് ആൻസർ ചെയ്ത കേട്ടോ. When she brought 2 more trays, 2 cups were left over. How many kids in class 3 were given പായസം? എന്താണ് ചോദിച്ചിരിക്കുന്നത്? അവള് 2 ട്രേയിലും കൂടിയും പായസം കൊണ്ടുവന്നപ്പോൾ 2 കപ്പ് പായസം ബാക്കി വന്നു. 3ാം ക്ലാസ്സിലെ എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു എന്നാണ്
ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഹൗ ഐ കാൽക്കുലേറ്റഡ് അനദർ വേ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണക്കാക്കിയത് എങ്ങനെയാണ്, വേറൊരു രീതി, കണക്കാക്കേണ്ട രീതിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്കാക്കുക? ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ട്രേസ് ഷീ ബ്രോട്ട്. മീനു ബ്രോട്ട് എത്രയാന്ന് നോക്കുക കേട്ടോ. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ട്രേസ്? നേരത്തെ കൊടുന്ന 4ഉം ദെൻ 2 അല്ലേ. അപ്പോൾ 4 + 2 എത്രയാ? 6 ട്രേസ് അല്ലേ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് കപ്സ് ഇൻ ഈച്ച് ട്രേ എത്രയാണ്? 7 അല്ലേ. അപ്പോൾ ടോട്ടൽ കപ്സ് ഓഫ് പായസം എത്രയാണ്? 6 7s അല്ലേ, 6 7കൾ അല്ലേ. 6 7s 42 ആണ്. ടോട്ടൽ കപ്സ് ഓഫ് പായസം 42 ആണ്. ഇനി ലെഫ്റ്റ് ഓവർ കപ്സ് എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ 42ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ വരിക? 40 അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് കിഡ്സ് എത്രയാണ്? 40 ആണ് അല്ലേ. അനദർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കപ്സ് ഓഫ് പായസം ഇൻ 4 ട്രേസ് ഫസ്റ്റ് കാണാം. നേരത്തെ കണ്ടെത്തിയല്ലോ 28 അല്ലേ. ദെൻ ടോട്ടൽ കപ്സ് ഓഫ് പായസം ഇൻ 2 ട്രേസ് കാണുക. 2 ട്രേസിൽ എത്രയാണ്? 14 ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കപ്സ് ഓഫ് പായസം എത്രയാണ്? 28ഉം ഈ 14ഉം കൂടിയും ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ എത്രയാ വരിക? 42 കപ്സ് ഓഫ് പായസം വരും. അതിൽ നിന്ന് എത്ര കപ്സ് ആണ് ലെഫ്റ്റ് ഓവർ ആയത്? 2 കപ്സ് ലെഫ്റ്റ് ഓവർ ആയി. ആ ലെഫ്റ്റ് ഓവർ കപ്സ് കുറയ്ക്കുക. 42ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ? 40 അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കിഡ്സ് എത്രയാണ്? 40. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഹൗ മെനി ട്രേസ് ഓഫ് പായസം വർ ബ്രോട്ട്? എത്ര ട്രേസ് ഓഫ് പായസം കൊണ്ടുവന്നു? നമ്മൾ നേരത്തെ കണക്കാക്കിയില്ലേ, അത് തന്നെയാണ് കേട്ടോ. 6 ട്രേസ് ആണ് അല്ലേ. 6 എന്ന് എഴുത ബോക്സിൽ. ഹൗ മെനി കപ്സ് ഓഫ് പായസം വർ ദർ ഇൻ ഈച്ച് ട്രേ? ഓരോ ട്രേയിലും എത്ര കപ്സ് ഓഫ് പായസം ഉണ്ട്? 7 ആണ്. 7 എന്ന ബോക്സിൽ എഴുതുക. ഹൗ മെനി കപ്സ് ഓഫ് പായസം വർ ദർ ഇൻ ഓൾ? ടോട്ടൽ എത്ര കപ്സ് ഓഫ് പായസം ഉണ്ട്? 42 അല്ലേ. 6 7s അല്ലേ. 42 എന്ന് എഴുതുക. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ക്ലാസ് 3 എങ്ങനെയാണ് ചെയ്യേണ്ടത്? 42ൽ നിന്ന് എന്ത് ചെയ്യുക? -2 കേട്ടോ. അപ്പോൾ എത്രയാ വരിക? 40 എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. ഇവിടെ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. 3 7s 21, 4 7s 28, 5 7s 35, 6 7s 42, 7 7s 49, 8 7s 56, 9 7s 63, 10 7s 70. 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. 6 വരെ നമ്മൾ പഠിച്ചതാണ്. ഈ 7ന്റെയും കൂടിയും പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.